അല്ല വലിയ കുറുപ്പും കൊച്ചു കുറുപ്പും ഒന്നിച്ചാണല്ലോ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെങ്കിലും വിളി നിർത്തിക്കൂടെ? സുഭാഷ് ചന്ദ്രബോസ് എന്നൊരു കിടിലം പേര് എനിക്കുണ്ട്. താല്പര്യം അനുസരിച്ച് സുഭാഷ് എന്നോ ചന്ദ്രൻ എന്നോ ബോസ് എന്നോ വിളിച്ചോ. എന്ത് തന്നെ ഉണ്ടെങ്കിലും ആ കൊച്ചു കുറുപ്പിന്റെ സുഖമില്ല. കുറുപ്പേ, താൻ രാവിലെ വരുമെന്നല്ലേ ഞാൻ കരുതിയത്. ഇത് തുടങ്ങുന്ന നേരത്തെ മകനീയ സാന്നിധ്യം ഉണ്ടായ പോരെ? മോളെന്തി അകത്തുണ്ട്, വരൂ. ഇത് ഞങ്ങളുടെ വക. വരൂ, എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം. ഈ കോളാസ് എടുത്ത് ഓരോന്ന് അങ്ങോട്ട് കൊടുത്തേ. ആ കോള അങ്ങോട്ട്. മോടെ വിവാഹത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് ഇതുവരെയെല്ലാം ഭംഗിയായി. നല്ല വരൻ, ഉയർന്ന ഉദ്യോഗം, 5 അക്ക ശമ്പളം, കൂടാതെ നല്ല തറവാടിയും. എന്നാലും കെട്ടുകഴിഞ്ഞാൽ തന്റെ മോളങ്ങ് ദൂരേക്ക് പോവില്ലേടോ? ഒരേ ഒരു മകളെ ഉള്ളെന്ന് കരുതി പെണ്ണ് വീട്ടിൽ കയറി താമസിക്കുന്ന ഏതെങ്കിലും ഒരു കോന്തിന് കെട്ടിച്ചു കൊടുത്താൽ വട്ടപ്പറമ്പിൽ ശ്രീധരനുണ്ടെത്താന് പിന്നെ എന്താണ് ഒരു വില? ജനിച്ചത് മകളാണെങ്കിൽ പിരിയേണ്ടി വരും. ആ മണിക്കുട്ടനായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. നാളെ വെളുപ്പിന് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. അവനവിടെ വരും. എനിക്ക് പേടിയാവുന്നു. പേടിച്ചിരുന്ന ഇഷ്ടപ്പെട്ടവനോടൊപ്പം ജീവിക്കാൻ പറ്റില്ല. വെളുപ്പിന് 5 മണിക്ക് ഞാനിവിടെ എത്താം. റെഡി ആയിരിക്കണം. എന്നിട്ട് പുറത്തു നിന്ന് ഞാനൊരു തീപ്പെട്ടിക്കുള്ളി കത്തിച്ച് സിഗ്നൽ തരാം. സരസു ആരും കാണാതെ ഇറങ്ങി പോതാ മതി. ബാക്കി ഞാൻ ഏറ്റു. ഇങ്ങനെ പതിങ്ങി നിന്നുള്ള ഒതുങ്ങിയ സംസാരം അത്ര ശരിയല്ലല്ലോ. മുതലാളി, മുതലാളി, എന്താടാ? തുമ്പ് കിട്ടി, തുമ്പ് കിട്ടി. ഒരു മിനിറ്റ്. എന്നാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടി താനെ പോകാൻ വരട്ടെ. ഞാൻ ഒരു കാര്യം ഒന്ന് മുതലാളിയോട് പറഞ്ഞോട്ടെ. അതിന്റെ പേരിൽ ഇവിടെ ഒരു വിപ്ലവം നടക്കും. നിങ്ങൾ ആ ടീം ബിയുടെ ക്യാപ്റ്റൻ. അതെന്താണ് അങ്ങനെ? അതങ്ങനാ. ഇങ്ങോട്ട് വന്നേ. ഞാൻ ഒളിഞ്ഞു നോക്കി മുതലാളിയുടെ മോളുടെ സംഭവങ്ങളെല്ലാം കണ്ടു. പറഞ്ഞു തീരുന്നവരും പഠിച്ചതിനാ ഒളിച്ചു നോക്കിയേനെ. അതുകൊണ്ടല്ലേ പെണ്ണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയത്. പെണ്ണിന് പ്രേമം. ആരോട്? ഈ കുറുപ്പിന്റെ മോനോട്. രണ്ടുപേരും കൂടെ പതുങ്ങി നിന്ന് ഹൃദയം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. അനാവശ്യം പറയത്തോടാ. ഞാൻ കണ്ടത് അവർ കിന്നാനം പറയണത്. മിണ്ടിപ്പോകരുത്. ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളേരാ. അവര് മിണ്ടിന്നും പറഞ്ഞു നോക്കിയിരിക്കും. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നിന്റെ പല്ല് മുഴുവൻ താഴെ കിടക്കും. പോടാ. എന്താണ് ഉണ്ണിത്താനെ പ്രശ്നം? എന്തിനവനെ തല്ലിയത്? അത് അവന്റെ ഷെയറാ. അരമണിക്കൂർ ഇടവിട്ട് അവനത് കിട്ടണം. അവനെന്തിയേ? ഇനി ആരെങ്കിലും പ്രേമിക്കാനോ മറ്റേ പോയോ? എന്താണോ കൊച്ചുകുറുപ്പേ, വല്ല പെൺപിള്ളേരെ ലൈനടിക്കാൻ പോയതാണോ? സംശയം എന്റേതല്ല, നിന്റെ അച്ഛന്റെയാ. അച്ഛൻ പറഞ്ഞു ഒടുവിൽ ജോസഫ് പ്രവചനം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. എന്നാ കൊന്നുകളയും. അപ്പൊ ചെല്ല്, രാവിലെ നേരത്തെ എത്തണം. എടോ കൊച്ചുകുറുപ്പേ, തന്നോട് കൂടിയാ പറയുന്നേ. ഞാൻ വെളുപ്പിനെത്തും. പോകാം. അയ്യോ, എന്താ? ദൈവമേ, ഇവളിനി കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? അടിച്ചോണ്ട് പോയാലോ? ആരും കണ്ടില്ല. അച്ചു കണ്ടു. അബദ്ധം പറ്റിയതാ. വേഗം വാ.
ഓ എടാ സാവിത്രി, മണി 5 കഴിഞ്ഞു, എഴുന്നേക്ക്. അമ്മായി സരസ്വനെ മുറി കണ്ടില്ല. കണ്ടില്ലേ? അവളിത് എവിടെ പോവാനാ? എവിടെ പോയത് നോക്കിയടി. നിങ്ങൾ എവിടെ കിടന്ന് കറങ്ങാണ്ട് എല്ലാം മുറിയിൽ കയറി നോക്കുന്നേ. ഞാൻ എല്ലാവരും നോക്കിയില്ലേ. സരസു, എടാ സരസുവേ, എന്ത് മോളെ സരസു. സരസു, എടാ അച്ചു, എടാ അച്ചു. ഓ കിടന്നുറങ്ങുന്നോടാ പോത്തുകളെ, പെണ്ണിനെ കാണാനില്ല. എടാ അച്ചുവേ, സരസുവിനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കടാ. അന്വേഷിക്കാനൊന്നുമില്ല, അവള് പോയി. എങ്ങോട്ട്? അവളെ കാമുകനോടൊപ്പം. കാമുകനോടൊപ്പോ? ആ, പാലത്തിങ്കൽ കുറുപ്പിന്റെ മകൻ കൊച്ചുകുറുപ്പിനോടൊപ്പം സ്ഥലം വിട്ടു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്നിട്ട് എന്താ നീ മിണ്ടാതിരുന്നേ? ചെറുപ്പം മുതലേ ഒന്നിച്ച് കളിച്ചു വളർന്ന പിള്ളാരല്ലേ, പോട്ടെ എന്ന് ഞാനും കരുതി. എടാ അവര് തമ്മിൽ പ്രേമമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, എന്നിട്ട് കേട്ടോ, എല്ലാവരെയും ഒന്നിച്ച് കളിപ്പിച്ച് അവര് നാട് വിട്ടു. ചെറുക്കലെ കൂട്ടില് വരുമ്പോ പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തോ പറയും? മുതലാളിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം, എന്ത്? പെണ്ണോളിച്ചോടിയെന്ന്. പോടാ, അവര് നാട് വിടും മുമ്പ് എനിക്ക് പിടിക്കണം. വണ്ടി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടോ. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേക്കണേ? ജാതകം പലിച്ചൂടി. ആ ഉണ്ണിത്താന്റെ മോളുമായിട്ട് നമ്മുടെ മോൻ ഒളിച്ചോടിയെന്ന്. അവൾ ഇത്രയും കള്ളിയാണെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോനെ വിളിച്ചെടുത്തോണ്ട് പോയില്ലേ? ഇനി ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ മോനെ സൂക്ഷിക്കേണ്ട നിങ്ങളല്ലേ. സൂക്ഷിച്ചു, ഒരുപാട് സൂക്ഷിച്ചു. അതുകൊണ്ടാ ഇങ്ങനെ പറ്റിയേ. ഈ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ മോനോട് അവൾ ജീവിക്കില്ല. അവർ നാടൂടെ ഞാൻ സമ്മതിക്കില്ല. വണ്ടി എടുക്കടാ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നും ഈറോഡിലേക്ക് പോകുന്ന 6233 നമ്പർ തിരുവനന്തപുരം ഈറോഡ് എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു ചേരുന്നു. മണിക്കുട്ടൻ എത്തിയില്ലേ? ട്രെയിൻ എത്താറായി. ഒന്ന് സ്പീഡിൽ വിടറോ. വിമാനത്തിന് സ്പീഡ് ഓട്ടോറിക്ഷയ്ക്ക് കിട്ടൂല മോനെ. ഒന്നാമത് എഞ്ചിൻ പണി ഏറെ വണ്ടിയാണ്. അയ്യോ, ഗേറ്റ് അടച്ചു. ഇപ്പൊ വരുന്ന ട്രെയിൻ എനിക്ക് പോകേണ്ടതാ. ഞാനിപ്പോ എന്താ ചെയ്യാ? എന്തെങ്കിലും ചെയ്യടോ. സിനിമയിലെ പോലെ ആട്ടോ ജമ്പ് ചെയ്യിക്കട്ടെ? വേണ്ട, ഞാൻ ജമ്പ് ചെയ്തോളാം. അങ്ങനെയൊന്നും അല്ല. ഇന്ന് വെളുപ്പിന് തന്നെ നീ എന്റെ വീട്ടിലെത്തുന്നു പറഞ്ഞപ്പോ ഞാൻ കരുതിയില്ല അതെന്റെ മോളെ പൊക്കിക്കൊണ്ട് പോകാനായിരുന്നു. ഞാനൊന്ന് പറയട്ടെ. മാന്യമായിട്ട് ജീവിക്കുന്നവരെ മാനം കെടുത്തിയിട്ട് നിന്ന് ന്യായീകരിക്കുന്നു. ഉണ്ണിത്താനോട് കളിച്ചാൽ നിന്നെ കൊന്നു കുഴിച്ചു കൂടും. പറയടാ, മിണ്ടിപ്പോവരുത്. അവനെ ഇവരെ തല്ലാൻ നിനക്കെന്താ അവകാശം? എത്തിയല്ലോ സൂത്രധാരൻ. ഇന്നലെ അച്ഛനും മോനും കൂടെ വീട്ടിൽ വന്നത് എന്റെ മോളെ പാട്ടിലാക്കാനുള്ള തന്ത്രവുമായിട്ടായിരുന്നല്ലേ? വേരിലൊന്നും ഞൊടിച്ച കൂടെ പോരാ. തന്റെ മോളെ പാട്ടിലാക്കാൻ അത്ര വലിയ തന്ത്രമൊന്നും പ്രയോഗിക്കണ്ട. ആമ്പിള്ളേരെ വഴിപിഴപ്പിക്കാൻ നടക്കുന്ന ശവം. തന്റെ ഭാര്യയുടെ സ്വഭാവം ഇവിടെ വിശദീകരിക്കണ്ട. ബാറ്ററി മക്കളിലേക്ക് വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം താനിപ്പോ അറിയും. എടോ, ജനിപ്പിച്ചാൽ മാത്രം പോരാ, മക്കളെ വളർത്താനും പഠിക്കണം. താൻ മോളെ പഠിപ്പിച്ചത് ഒളിച്ചോട്ടായിരുന്നു. തന്തയില്ലാത്ത പറയരുത്. തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ. കല്യാണ പന്തലിൽ നിന്ന് എന്റെ മോളെ തട്ടിക്കൊണ്ടുപോയി ഇവന്റെ തന്തയ്ക്കും തന്തയുടെ തന്തയ്ക്കും ഞാൻ പറയും. താൻ എന്തോ ചെയ്യും? എടാ ഉണ്ണിത്താനെ, ഇനി തിരിച്ചു തല്ലാമെന്ന് സമയം കളയുന്നത് ശരീരത്തിന് നല്ലതല്ല. ബുദ്ധിയുണ്ടെങ്കിൽ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് ഇതിനെ വിളിച്ചുകൊണ്ട് പോയി നിശ്ചയിച്ച് ചെറുക്കന്റെ തലയിൽ വെച്ച് കെട്ട്. അല്ലെങ്കിൽ ഇനിയും മതിൽ ചാടും. എനിക്ക് തന്നെ സമ്മാനവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഇതോടെ നമ്മൾ തമ്മിലുള്ള സകല ഏർപ്പാട് തീർന്നു. പിന്നെ സമയമില്ലാതായി പോയി. ഇല്ലെങ്കിൽ തിരിച്ചു തന്ന് 10 പേജ് തെറി പറയാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. മുഹൂർത്തമായി വാരി.
കേരളം ഇങ്ങോട്ട് ഇറങ്ങടി. മോളെ വാ. മോളെ കൊണ്ടുപോയി സാരി മാറ്റിട്ട് ഇപ്പൊ തുണി ഉടുത്തിട്ടുണ്ടല്ലോ, അത് മതി. പെണ്ണെത്തി പെണ്ണെത്തി. ഞാൻ പറഞ്ഞില്ലേ മുതലാളി മിടുക്കനാണെന്ന്. എങ്ങനെയെങ്കിലും പെണ്ണിനെ ഒപ്പിച്ച് മുഹൂർത്തത്തിന് മുമ്പ് എത്തുമെന്ന്. ഓ ഭാഗ്യം, തക്ക സമയത്ത് എത്തിയതുകൊണ്ട് പെണ്ണ് ഒളിച്ചോടിയില്ല. സമയമായി, ചെന്നിരിക്കണേ മണ്ഡപത്തിലേക്ക്. എന്താണോ നോക്കിയിരിക്കണേ, ഊതടോ. എന്നാ കെട്ട് നടത്തിയേക്കാം. നിർത്തണോ? മറ്റൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ പെണ്ണിനെ കെട്ടേണ്ട ഗതികേട് എന്റെ മോനില്ല. പെണ്ണ് ഒളിച്ചോടി പോയില്ലല്ലോ, അതിന് മുമ്പ് പിടിച്ചോടി വന്നല്ലേ. അതെ, ഇനി ഒളിച്ചോടാതെ നിങ്ങൾ നോക്കിയാ മതി. വാടാ, വന്നോളൂ. ആ, അതെ അതെ, ഞാൻ പറയുന്നത് നിങ്ങള് ഷോ. ഉണ്ണിത്താനെ താൻ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. എന്റെ മോളെ കെട്ടാൻ പറഞ്ഞത് എന്താ മണ്ടത്തരം? ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണിനെ തിരികെ കൊണ്ടുവന്നാൽ ആരെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാവോ? ഇനി ഈ കുട്ടിയെ കെട്ടാൻ അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തുവോ? ഇല്ല. ഗുണമായാലും ദോഷമായാലും അവള് കണ്ടെത്തിയ ആളെ കൊണ്ട് തന്നെ വിവാഹം നടത്തുക. പാലത്തിങ്കൽ കുറിപ്പ് തറവാടിത്തത്തിൽ മുതലാളിയെക്കാളും ക്യാമനാ. ഇനി ഒന്നും ആലോചിക്കാനില്ല, ഈ മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ശ്രമിക്കുക. ഛേ, എടുത്തുചാടി ഞാൻ അയാളുടെ തന്തയ്ക്ക് വിളിക്കുകയും ചെയ്തു. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. അപ്പൊ കരണം പത്തിയൊരെണ്ണം കിട്ടിയില്ലേ? അടിയ ചൂടെങ്ങനെ ഉണ്ടായിരുന്നു? ഏയ്, ഇങ്ങനെ ഉണ്ടായിരുന്നു. നിന്ന് കരയാതെ വാടാ കുറുപ്പിന്റെ വീട്ടിലേക്ക്. അച്ഛാ, മോള് വിഷമിക്കാണ്ടിരി, ഞങ്ങളൊന്ന് പോയി സംസാരിക്കട്ടെ. നിന്റെ മനസ്സിനകത്ത് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ പറയാമായിരുന്നില്ലേ? ഞങ്ങളത് നടത്തി തരായിരുന്നില്ലേ? ഓടി ഓടുന്നു. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ ഇവനെ പിന്തിരിപ്പിച്ചേനെന്ന് പറയാനാ തുടങ്ങിയത്. ഈ ബന്ധത്തിന് എന്താ കുഴപ്പം? ആ, എന്തൊരു നല്ല ബന്ധം. എടീ, തറവാട്ടി പറഞ്ഞ പെണ്ണായിരുന്നെങ്കിൽ കല്യാണ ദിവസം ഒളിച്ചോടുമായിരുന്നു. അപ്പൊ നമ്മുടെ മോനോ? ആണുങ്ങൾക്ക് എന്തു ആവാം. മാത്രമല്ല, പാലത്തെങ്കിൽ കുറുപ്പിന്റെ വീടുമായിട്ടൊരു ബന്ധത്തിന് വട്ടപ്പറമ്പ് ശ്രീധരൻ ഉണ്ണിത്താൻ എന്താണ് ഒരു യോഗ്യത? അടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ ഇത്ര നാളും. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവും പ്രഖ്യാപിച്ചു. എന്താ കുഴപ്പമുണ്ട? ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ യുദ്ധം വേണ്ട. എനിക്ക് ആരോടും പ്രേമമില്ല, ഞാൻ ഒളിച്ചോടിയിട്ടില്ല. പിന്നെ അവളുമായിട്ട് എന്തിനാ നീ സ്റ്റേഷനിൽ ചെന്നത്? അത് അതെന്നോട് ചോദിക്കരുത്. കാര്യങ്ങൾ എത്രത്തോളമായ സ്ഥിതിക്ക് ഞാനൊന്ന് തീരുമാനിച്ചു. എന്റെ മോളെയും കൊണ്ട് ഒളിച്ചോടിയത് ഏത് തെണ്ടിയുടെ മകനാണെങ്കിലും ശരി, അവനെ കൊണ്ട് തന്നെ കെട്ടിക്കുമെന്ന്. എന്നാ പിന്നെ എത്രയും പെട്ടെന്നതായിക്കൂടെ? അത് പറയാനാണല്ലോ ഇങ്ങോട്ട് വന്നത്. ആ അതെ, ഇനി ഒന്നും നോക്കാനില്ല കുറുപ്പേ. കൊച്ചുകുറുപ്പുമായി ഉടനെ വീട്ടിലെത്തുക, കെട്ടു നടത്തുക. അയ്യോ, എനിക്ക് എന്റെ വീട്ടുകാരും ബന്ധുക്കാരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ? ഓ, അതിനൊന്നും സമയമില്ല. കെട്ട് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടെ വിരുന്നിന് പോയാ പോരെ? ആ അത് മതിയല്ലേ? പിന്നെ ധാരാളം മതി. എന്നാൽ അത് പോരാ. എനിക്കുള്ളത് ഒരേ ഒരു സന്തതിയാ. അവന്റെ കല്യാണം നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞ് അന്തസ്സും തറവാടിത്തുമുള്ള കുടുംബത്തിൽ നിന്നായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മുതലാളിക്ക് അന്തസ്സും തറവാടത്തും ഇല്ലാന്നല്ലേ? കണ്ടോ, ഇവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഉണ്ണിത്താനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയപ്പോ തന്റെ മോളെ എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കണ്ട. കല്യാണം മുടങ്ങിയതിന് ഉത്തരവാദി തന്റെ മോന. എന്റെ മോളെ കണ്ണും കയ്യും കാണിച്ച് പ്രേമിച്ച് വിളിച്ചിറക്കിക്കൊണ്ട് പോയ സാക്ഷികളുണ്ട്. ആരാ സാക്ഷി? ദേ ഇവൻ തന്നെ പറഞ്ഞുകൊള്ളാ. ഞാൻ കണ്ടതാ. ഏത് കോടതിയിലും ഇവൻ ഈ സത്യം പറയും. എനിക്ക് വിശ്വാസമില്ല. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഉം, ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ കണ്ടോ? 1500 കിട്ടണം. ഓടാ. മോനെ, തീരുമാനം നിന്റെയാ. നീ സ്നേഹിച്ച പെണ്ണ അവള്. അങ്ങനെ ഒരു ബന്ധം ഞാനും സരസും തമ്മിലില്ല. കേട്ടില്ലേ? ഇനി എല്ലാവർക്കും പോവാലോ. തന്നെ പേടിച്ചാ ഇവനിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ താൻ ഇവന്റെ മനസ്സ് മാറ്റിയെടുത്തതാ. എടാ മോനെ, നിന്നെ വിശ്വസിച്ച അവൾ ഇറങ്ങി പോകുന്നത്. അല്ല അല്ല, ഇനി സംസാരിച്ച് സമയം കളയണ്ട. ഉണ്ണിത്താൻ പോ. ഞാൻ പോവാ. പക്ഷെ ഒരു കാര്യം, എന്റെ മകൾക്കൊരു മംഗല്യമുണ്ടെങ്കിൽ അത് തന്റെ മകനുമായിട്ടായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്യാണം ഞാൻ നടത്തും, ഉറപ്പാ. പാലത്തെങ്കിൽ കുറിപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നടക്കില്ല, ഉറപ്പ്. ഇത് കുറിപ്പിന്റെ ഉറപ്പല്ല, ഈ ഉണ്ണിത്താന്റെ വെല്ലുവിളിയാ. നോക്കിക്കോ. നീ എന്നെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ അവിടെ എത്തിയതാ.
അവിടുത്തെ ബഹളം കണ്ടപ്പോ ഞാനാകെ പേടിച്ചു പോയടാ. ഉണ്ണിത്താനെക്കാട്ടിലും എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന കുറുപ്പിന്റെ മകനായ നിന്നോട് പെരുമാറിയത് ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കാര്യം പറയണോ? ആ നിമിഷം തല്ലിക്കൊന്ന് റെയിൽവേ ട്രാക്കിൽ ഇട്ടേനെ. എന്തായാലും ആ കല്യാണം മുടങ്ങിയല്ലോ, സമാധാനമായി. നിന്നോട് എനിക്ക് നന്ദിയുണ്ടാ. നന്ദി? ഇപ്പൊ പുലിവാലി പിടിച്ചത് ഞാനാ. എന്റെ ജീവിതമല്ലേ തൊലഞ്ഞത്. ഞാൻ അവളെ പ്രേമിച്ച് വഞ്ചിച്ചു എന്ന് നാട് മുഴുവൻ പാട്ടാ. എല്ലാവരോടും സത്യം തുറന്ന് പറയാൻ പോവാ ഞാൻ. വേണ്ടടാ, അറിഞ്ഞ എന്നെ അറിയിക്കാതിരുന്ന നിന്റെ പെണ്ണെ ഞാൻ കെട്ടേണ്ടി വരും. എന്നെ കൊണ്ട് കെട്ടിക്കുന്ന വെല്ലുവിളിച്ചാ ഉണ്ണിത്താൻ പോയിരിക്കണേ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയാൾ കെട്ടിക്കാൻ വരുമ്പോ ഞാനങ്ങോട്ട് നിന്നു കൊടുക്കല്ലേ. എന്താ നാണക്കേടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം? എല്ലാം ഒന്ന് കലങ്ങി തെളിയും വരെ എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എന്ന് ആലോചിക്കാം. അത് നല്ലതാ. പക്ഷെ നിന്റെ അച്ഛൻ അച്ഛന്റെ സമ്മതം കിട്ടിയിട്ട് അക്കാര്യം ചിന്തിക്കേ വേണ്ട. പറയാതെ മുങ്ങ, അത്ര തന്നെ. ബാംഗ്ലൂർക്ക് വിട്ടാലോ? ബാംഗ്ലൂരോ? അവിടെ ആരാ ഉള്ളേ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അനിയൻകുട്ടിയെ കുറിച്ച്. എന്റെ കൂടെ കോളേജിൽ പഠിച്ച. ഓ, കാർത്തിക്. അച്ഛനും അമ്മയും സ്റ്റേറ്റ്സ്. ഒരേ ഒരു മകൻ. സൂപ്പർ സെറ്റപ്പ്. മൊത്തത്തിൽ അവൻ അവിടെ